ഹരേ കൃഷ്ണ മതി തുടങ്ങാനോ? തുടങ്ങാം മോളെ, തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഹരേ കൃഷ്ണ. എൻ്റെ പേര് ഗൗരപ്രിയ. ഞാനിപ്പോ 10th കഴിഞ്ഞു, ഈ +1 അപ്പൊ ഞാന് സത്യം പറഞ്ഞ ഇങ്ങനെ വലുതായിട്ടൊന്നും ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. ഇത് ഫസ്റ്റ് ടൈം ആണ്. എന്നാലും എൻ്റെ ചെറിയൊരു ട്രൈ ചെയ്യുന്നു. നമുക്ക് ആദ്യം നമുക്ക് ഓമജ്ഞാന പറഞ്ഞു. ഓമജ്ഞാനാതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുन्मीलितं येन तस्मै श्रीगुरवे नमः. नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. മാതാജി മലയാളത്തിൽ തന്നെയല്ലേ? അത് മലയാളത്തിൽ മതി മോളെ, മലയാളത്തിൽ മതി. ഹരേ കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എല്ലാരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുവാണ്. എന്നാലും നമുക്ക് കുറച്ചു നേരമെങ്കിലും ഭഗവാന് വേണ്ടി കൊടുക്കണമല്ലോ. അപ്പോ അറ്റ്ലീസ്റ്റ് 1 hour നമുക്ക് അതിനെ കുറിച്ച് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും എന്താ ഹരേ കൃഷ്ണ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. മറ്റു കുട്ടികളൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്താൽ മോൾക്ക് ക്ലാസ് എടുക്കാൻ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരിക്കും. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. ബിക്കോസ് ഇത് ഇപ്പൊ വെക്കേഷൻ സമയമാണ്. എല്ലാരും ഈ സമയം TV കണ്ടോ, സിനിമ കാണുകയോ വെളിയിൽ കളിക്കാൻ പോവോ ഒക്കെ ചെയ്യാം. പക്ഷെ എല്ലാരും കുറച്ച് 1 hour എങ്കിലും കൃഷ്ണന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ച് നിങ്ങൾ ഓപ്റ്റ് ചെയ്തു. അതൊരു വലിയ കാര്യമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. സോ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് എല്ലാരെയും പരിചയപ്പെടണ്ടേ? അപ്പൊ ഞാൻ ആദ്യം തുടങ്ങാം. എൻ്റെ പേര് ഗൗരപ്രിയ. ഞാൻ 10th കഴിഞ്ഞു, +1 പോകുന്നു. ഞാൻ ജനിച്ചപ്പോ മുതലേ ഈ കൃഷ്ണ കോൺഷ്യസിലായിരുന്നു. ഓക്കെ, അപ്പൊ ഓരോ ആൾക്കാരായിട്ട് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ എനിക്കും കുറച്ച് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുമോ? അപ്പൊ അവരുടെ പേരും സ്റ്റാൻഡേർഡും മാത്രം പറഞ്ഞാൽ. എന്റെ പേര് നേനവിടം, അടുത്തത് 3rd സ്റ്റാൻഡേർഡ്. ഓക്കെ, ഏ സ്കൂളിലാ? പ്രശാന്തി. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാലോ, അത് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്തത് പറഞ്ഞു. നെക്സ്റ്റ് ഇന്ദിര. ഓക്കെ, ഇന്ദിര നോ റെസ്പോൺസ്. വൈഷ്ണവ്.
കുറച്ചുകൂടെ ഫ്രീ ആണ് നമുക്ക്. ജസ്റ്റ് ചുമ്മാ സംസാരിക്കുന്ന പോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പുതിയതായിട്ട് അറിയോ, അത്രേ ഉള്ളൂ. എനിക്കറിയണ്ടേ നിങ്ങൾ ആരൊക്കെയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹരേ കൃഷ്ണ. എന്റെ പേര് അനിൽ എന്നാണ്. ഞാൻ അടുത്ത വർഷം 3-ല് ആവാൻ പോവാ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇത്ര പേരേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ? വൈഷ്ണവ്, ഹരേ കൃഷ്ണ. നിങ്ങളും കൂടി ഇങ്ങനെ ഓപ്പൺ ആയെങ്കിലേ എനിക്കും സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ മാത്രം ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ, അത് രസമില്ലല്ലോ. എന്നാ ശ്രീഹരി പേരും ക്ലാസ് അത് മാത്രം പറഞ്ഞാൽ മതി. കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ട് മാജി, കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും. അടുത്ത ആഴ്ച ആകുമ്പോൾ പാർട്ടിസിപ്പൻസിന്റെ എണ്ണവും കൂടും, പിള്ളേരെല്ലാം നല്ല മിംഗ്ലിങ്ങും ആവും. തുടക്കം ആയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ക്ഷമിച്ചാലും മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ മോളെ കൃഷ്ണ. മോളെ ശ്രീഹരിയുടെ അമ്മയാണേ. ആ, മോൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുന്നു. അപ്പൊ ലിങ്ക് കണ്ടിട്ട് ഞാൻ കയറിയതാ ക്ലാസ്സിൽ കാണാൻ. ആണോ? ഓക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മോൻ വരുമ്പോഴേ കാണിക്കാം. ഓക്കെ. ഓക്കെ. ഹരേ കൃഷ്ണ. എന്റെ പേര് ജിതമന്യു എന്നാണ്. ഈ ഇയർ ഞാൻ 10th-ലാണ്. ഹരേ കൃഷ്ണ. എവിടെന്നാ? തിരുവനന്തപുരം. എനിക്കൊന്ന് കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടെന്ന് പോലെ തോന്നുന്നുണ്ട്. ഞാനത് എല്ലാരും വീഡിയോ ഓൺ ചെയ്യും, എന്നാലും എനിക്ക് കാണാൻ പറ്റൂ. നിങ്ങൾക്ക് എന്നെ കാണാവുന്നുണ്ടല്ലോ. മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്താലും പ്ലീസ്. ആ, എല്ലാരും വീഡിയോ ഓൺ ചെയ്യും. ആ, അനൈ വാസുദേവ പേരുള്ള ലൈറ്റ് മാത്രം കാണാം, മുഖം കാണുന്നില്ല. ഓക്കെ. കണ്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ്. അപ്പൊ എല്ലാരും കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വേദത്തിൽ വിശ്വാസമുണ്ടോ? ലൈക്ക് നമ്മുടെ ശാസ്ത്രങ്ങളും വേദങ്ങളൊക്കെ ഇല്ലേ? എത്ര വേദങ്ങളുണ്ടെന്ന് അറിയാവോ? ഗസ്, ചുമ്മാ ഒരു നമ്പർ പറ, എത്ര കാണും? ഓക്കെ, വൈഷ്ണവിനറിയാം. വൈഷ്ണവ് പറയൂ. വൈഷ്ണവ് ഓൺലി മെസ്സേജാ, അൺമ്യൂട്ട് ചെയ്തില്ല. 4 വേദം അമ്മ പറഞ്ഞു തന്നില്ലേ, ഞാൻ കേട്ടു. കറക്റ്റ്, 4 വേദമുണ്ട്. അങ്ങനെ നമുക്ക് വേദങ്ങള്, ഉപനിഷത്ത്, ഇതെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കും, വേദങ്ങളൊക്കെ പണ്ട് എഴുതിയ സാധനങ്ങളല്ലേ, അതൊക്കെ നമുക്ക് എങ്ങനെ ഇപ്പം, അല്ലെങ്കിൽ അതിപ്പം എങ്ങനെ നമുക്ക് അത് പ്രാക്ടിക്കലായി ചെയ്യാനും പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ വിശ്വസിക്കാൻ പറ്റും? പണ്ട് ഏതോ കുറെ ആൾക്കാർ എഴുതി, അവർക്ക് ബോറടിച്ച് അവർ എഴുതി വെച്ചു, നമുക്കത് വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ അത് ചുമ്മാ എന്തേലൊക്കെ എഴുതിയതല്ല, അത് മിക്ക സാധനങ്ങളും അത് സയന്റിഫിക്കലി പ്രൂവ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മളിപ്പോ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഏത് പ്ലാനറ്റിലാ, ആർക്കെങ്കിലും പറയാവോ? ആർക്കും അറിയത്തില്ലേ?
ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഏത് പ്ലാനറ്റിലാന്ന്? ഇപ്പൊ 10-ൽ ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ, ആരാ പേരെന്താ ഞാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ ഏത് പ്ലാനറ്റിലാണ് താമസിക്കുന്നത്? ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഇത് സൂമില് ഹാൻഡ് റേസ് ചെയ്യാലോ. അപ്പൊ അത് ചെയ്യും. അപ്പൊ ഞാൻ പേര് വിളിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളില് ഉത്തരം പറഞ്ഞില്ലെങ്കിലും രസമില്ല, ചുമ്മാ അവിടെ ഇരിക്കും. പറയൂ, ആരാണ്? നയൻ പറയൂ. നമ്മൾ ഏത് പ്ലാനറ്റിലാണ് താമസിക്കുന്നേ, ജീവിക്കുന്നേ? എർത്ത്. വെരി ഗുഡ്. ഭൂമി. കറക്റ്റ്. ഇനി വേറെ ആരെങ്കിലും പറയൂ, എർത്തിന്റെ ഷേപ്പ് എന്താണ്? നയൻ പറയുന്നത്. വേറെ ബാക്കിയെല്ലാവർക്കും നാക്കുണ്ടല്ലോ, അവരും സംസാരിക്കണം. റൗണ്ട് ആണ്. ഇപ്പൊ നമുക്ക് എർത്ത് റൗണ്ട് ആണെന്ന് ആരാ പറഞ്ഞു തന്നെ ആദ്യം? അറിയാവോ? ഓക്കെ, അറിയത്തില്ല. ആദ്യം നമുക്ക് 500 വർഷങ്ങൾക്ക് മുമ്പ്, 500 years ago, ഗലീലിയോ എന്നൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളാണ് പറഞ്ഞ എർത്ത് റൗണ്ട് ഷേപ്പ് ആണെന്ന് അയാള് ഇങ്ങനെ പ്രൂവ് ചെയ്തു. അതിന് അയാളെ പിടിച്ച് ജയിലിലൊക്കെ ഇട്ടു അതുവരെ. പക്ഷെ ഇത് തന്നെ 10,000 years മുമ്പ് നമ്മുടെ വേദശാസ്ത്രങ്ങളിലും ഇത് എഴുതിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ ഭൂഗോളം എന്ന്? കേട്ടിട്ടുണ്ടോ? സംസ്കൃതത്തില് പറയുന്ന കേട്ടിട്ടുണ്ടാവും. ഭൂഗോളം സപ്തദ്വീപം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതിൽ പറയുന്നുണ്ട് എർത്ത് റൗണ്ട് ഷേപ്പിലാണ്. അപ്പൊ 10,000 years ago ഓൾറെഡി ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ഋഷികളും മഹർഷികളും എല്ലാരും വന്നിട്ട് അവർ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് എർത്ത് റൗണ്ട് ആണ്. അപ്പൊ ഈ പറയുന്ന മോഡേൺ സയൻസുകളെല്ലാം അതിനെ തന്നെ പ്രൂവ് ചെയ്യുവാണ്, അത് കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമുക്ക് മോഡേൺ സയൻസിന്റെ ആവശ്യമില്ല. നമുക്ക് അത് വിശ്വസിക്കണം വേദങ്ങളിൽ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, കൃഷ്ണനാണ് നമ്മുടെ പരംപിതാവ്, അച്ഛനാണ് ഏറ്റവും ഫസ്റ്റ് അച്ഛനാണ് എന്ന് പറയത്തില്ലേ? ഇപ്പൊ നിങ്ങളെ അച്ഛന് ആരാ, അല്ലെങ്കിൽ ഇത് അച്ഛനാണ് എന്ന് നിങ്ങക്ക് ആരാ പറഞ്ഞു തന്നെ? ആരേലും പറയാവോ? ഇത് നിന്റെ അച്ഛനാണ് എന്ന് ആരാ നിങ്ങക്ക് പറഞ്ഞു തന്നെ? അമ്മ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അമ്മ ഉറപ്പാണോ ഇതെന്റെ അച്ഛൻ തന്നെയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് അമ്മ പറയുന്നതെല്ലാം നമ്മൾ അങ്ങ് വിശ്വസിക്കും. ബിക്കോസ് അമ്മ എപ്പോഴും സത്യമേ പറയത്തുള്ളൂ നമ്മുടെ അടുത്ത്. അത് നമ്മൾ കള്ളം പറയത്തില്ലോ. അതുപോലെ തന്നെ കൃഷ്ണൻ നമ്മുടെ അച്ഛനാണെന്ന് അത് നമുക്ക് ആരാ പറയുന്നേ? വേദങ്ങളാണ് നമ്മുടെ അമ്മ. ഈ വേദ, ഉപനിഷത്ത്, ഇതിഹാസങ്ങള്, ഇതൊക്കെ നമ്മുടെ അമ്മയാണ്. അപ്പൊ അതിൽ നമ്മൾ ഡൗട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവർക്കും എന്നാലും അതെങ്ങനെയാന്ന് ചോദിക്കുമല്ലോ. അതിനാണ് നമ്മൾ സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് പറയുന്നത്. അപ്പൊ ഇതിഹാസങ്ങൾ ഉണ്ടെന്ന് അറിയാവോ? എത്ര പേർക്ക് അറിയാം എത്ര ഇതിഹാസം ഉണ്ട്, ഏതൊക്കെയാന്ന്? നമുക്ക് ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹിസ്റ്ററി. എത്ര ഇതിഹാസങ്ങളുണ്ട് നമുക്ക്? അനൈ വാസുദേവ് പറയട്ടെ, എത്ര ഇതിഹാസങ്ങളുണ്ട് നമുക്ക്? 2. വെരി ഗുഡ്. ഏതൊക്കെയാ? രാമായണം, മഹാഭാരതം. വാവ്, വെരി ഗുഡ്. രാമായണം, മഹാഭാരതം. അപ്പൊ 10ാം ക്ലാസ്സുകാർക്ക് അത് അറിയത്തുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ട്യൂബ് ബേബീസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്താന്ന്? കേൾക്കാൻ ചാൻസ് കുറവാ. ബിക്കോസ് അത് കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് അത് പഠിക്കത്തുള്ളൂ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബീസ് ഒക്കെ ഇപ്പൊ പുതിയതായി ആൾക്കാര് ഇങ്ങനെ പല രീതിയാണ്. ഇതൊക്കെ പണ്ട് തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടെസ്റ്റ് ട്യൂബ് ബേബീസ്. എങ്ങനെയാന്ന് വെച്ചാൽ
നിങ്ങൾ മഹാഭാരതം കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും മഹാഭാരതത്തിലെ സ്റ്റോറി അറിയാലോ. ആർക്കൊക്കെ മഹാഭാരതത്തിന്റെ സ്റ്റോറി കുറച്ചെങ്കിലും അറിയാം? ആർക്കും അറിയത്തില്ല? കഷ്ടായിപ്പോയി. നിങ്ങൾ മഹാഭാരതം ഒന്നും കണ്ടിട്ടില്ല ടിവിയില്? പറയൂ, പോരട്ടെ. കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, ഓക്കെ. അപ്പൊ അതില് മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? പാണ്ഡവരും കൗരവരും അല്ലേ? ആൻസർ പറയൂ, പോരട്ടെ. നോ ആൻസർ, വെരി ബാഡ്. അപ്പൊ പാണ്ഡവരും കൗരവരും ആണ് മെയിൻ ക്യാരക്ടർ, ഇതിലെ മെയിൻ ആൾക്കാര് രണ്ടുപേര്. അപ്പൊ ഇതില് കൗരവര്, പാണ്ഡവന്മാർ എത്ര പേരുണ്ട്? ആർക്കെങ്കിലും പറയാമോ പാണ്ഡവന്മാർ എത്ര പേര്? നിങ്ങൾ എല്ലാരും ആൻസർ പറയണം. അഞ്ച്. 5 പേര്. വെരി ഗുഡ്. നയൻ മാത്രമേ ആൻസർ പറഞ്ഞു. നയനും ജ്യോതിർമയി സീത ദേവി, അമ്മയുടെ പേരായിരിക്കും, എന്നല്ല ആ ഇതിൽ കയറിയുള്ളത്. അവർ രണ്ടുപേരും മാത്രമേ ആൻസർ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാരും കൂടെ ആൻസർ പറയണം. 5 പാണ്ഡവന്മാരുണ്ട്. ഓക്കെ. അതില് ഫേവറേറ്റ് ആരാ നിങ്ങളുടെ 5 പാണ്ഡവന്മാരുടെ? അർജുനൻ. അർജുൻ. ഓക്കെ, വെരി നൈസ്. അർജുൻ കൃഷ്ണന്റെ ഫ്രണ്ട് ഫേവറേറ്റ്. കൗരവന്മാർ എത്ര പേരുണ്ട്? 101 പേര്. വാവ്, അതാരാ പറഞ്ഞേ? ഉണ്ണികൃഷ്ണൻ ഇന്ന് കയറിയതാണ്. ഉണ്ണികൃഷ്ണൻ അല്ല, രമ എന്നാ ഇതില് വരുന്ന. അപ്പച്ചീന്റെ നമ്പറാണ്. ഓക്കെ. അപ്പൊ അത് റീനെയിം ചെയ്തേ. പേരെന്താണ്? പേര് വിനായക്. വിനായക്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ ഇനി 7ലോട്ട്. ഇനി 7ലോട്ട്. വെരി ഗുഡ്. അപ്പൊ വിനായക് പറഞ്ഞു 101 പേരുണ്ട്. 101 പേരില് 100 പേര്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റോറി പറയാം. ഇനി സ്റ്റോറി ടൈമാ. അപ്പൊ ഓക്കെ, കൗരവന്മാരുടെ അച്ഛനമ്മയുടെ പേരായിരിക്കും പറയാം. ഈ ഫുൾ ക്വസ്റ്റ്യൻ അല്ലേ, നിങ്ങൾക്ക് ബോറടിച്ച് ഈ ചേച്ചി ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളെ ഫിനിഷ് ആക്കും. ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രനും അമ്മ ഗാന്ധാരി. ഗാന്ധാരി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഗാന്ധാരി പ്രസവിച്ചത് ഒരു മാംസപിണ്ഡത്തിന്, ലൈക്ക് ഒരു ഫ്ലഷ്, ഒരു പീസ് ഓഫ് ഫ്ലഷ്. അപ്പൊ ഇവർക്ക് പിന്നെ കുഞ്ഞുങ്ങളാണല്ലോ വേണ്ടേ, ഇത് വെച്ചിട്ട് ഇവരെന്തോ ചെയ്യാനാ? അപ്പൊ ഇവര് പോയി, വ്യാസദേവൻ അറിയാലോ എല്ലാവർക്കും. വ്യാസദേവനാണ് നമ്മുടെ ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം എഴുതിയത്. അപ്പൊ വ്യാസദേവന്റെ അടുത്ത് ഇവരെല്ലാരും പോയി ചോദിച്ചു, ഭഗവാന്റെ അവതാരമാണല്ലോ വ്യാസദേവൻ. അപ്പൊ ഭഗവാനെ, നമുക്ക് ഇങ്ങനെയാ എന്തേലും വേ ഉണ്ടോ ഇന്ന് കുഞ്ഞുങ്ങൾ കിട്ടാനുള്ളത്? അപ്പോ വ്യാസദേവൻ അപ്പൊ വ്യാസദേവൻ എന്താ ചെയ്തതെന്ന് വെച്ചാ, ഈ കിട്ടിയ മാംസപിണ്ഡത്തിനെ 100ആയി ഡിവൈഡ് ചെയ്തു. അവർക്ക് മനസ്സിലായെന്നറിയില്ല, ഞാൻ എഴുതിയിട്ട് വന്നു. എന്താ പേരാ? യെസ്, മ്യൂട്ടാ. ഓക്കെ, സോറി. അപ്പൊ ഈ പിണ്ഡത്തിനെ വ്യാസദേവൻ 100 പീസായി ഇങ്ങനെ ഇത് ചെയ്തിട്ട്, ഓരോ എന്താ പറയാ, ഓരോ ഇതുപോലെ പറയാൻ എനിക്കറിയത്തില്ല, ഓരോ ഇതുപോലെ എല്ലാ ഓരോ കലശത്തിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതീന്ന് കുറെ കാലം കഴിഞ്ഞിട്ട് അതീന്ന് ഉണ്ടായതാണ് ഈ 100 കൗരവന്മാർ. അതിലെ 101st ആയിരിക്കാന്ന് പറയാൻ പറ്റുമോ? 100 ബോയ്സ് അല്ലായിരുന്നോ കൗരവന്മാർക്ക്? 100 ബോയ്സും 1 സിസ്റ്ററും കൊണ്ടുവന്നു. ദുശല. കറക്റ്റ്. അത് ആരാ പറഞ്ഞത്? ദുശല.
എന്ത് അനൈ പേരെന്താ? വാസുദേവ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ടൈം മുതല് എല്ലാരും അവരുടെ പേര് ഇത് ചെയ്ത് കയറാൻ നോക്കണേ. അപ്പൊ എനിക്ക് വിളിക്കാലോ ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ടെസ്റ്റ് ട്യൂബ് ബേബീസ് അല്ലെങ്കിൽ എർത്ത് റൗണ്ടാ എന്ന് ഇതൊക്കെ അന്നത്തെ കാലത്തെ 10,000 years മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ഇത് ചെയ്യാം, ലൈക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ഈ മോഡേൺ സയൻസ് ഇപ്പൊ കണ്ടുപിടിക്കുന്ന എല്ലാം നേരത്തെ ഓൾറെഡി നമ്മുടെ പഴയ ഋഷിമാരും എല്ലാം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പൊ അത് ചുമ്മാ എന്തേലൊക്കെ പറയല്ല. ഇപ്പൊ പറയത്തില്ലേ, അതിന് ഈ വേദശാസ്ത്രങ്ങൾ എല്ലാത്തിനും മിത്തോളജി എന്ന് പറയും. അത് മിത്തോളജി, മിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളം. അത് ഇല്ലാത്തത് ചുമ്മാ പറയാ. ഈ നമ്മുടെ ഈ വേദങ്ങളൊന്നും മിത്തല്ല, ഇത് പ്രൂവൺ ആണ്. ഇതൊക്കെയാണ്. ഇപ്പൊ അത് മാത്രല്ല, ഈ ഒരുപാട് ഇപ്പൊ പറയുന്നുണ്ടല്ലോ വേദങ്ങളൊക്കെ, ഒരുപാട് എർത്ത് പോലെ നമ്മുടെ ഈ യൂണിവേഴ്സ് പോലെ കുറെ വേറെ യൂണിവേഴ്സും ഉണ്ട്, വേറെ ലോകങ്ങളും ഉണ്ട്. അതും മോഡേൺ സയൻസ് ഇപ്പൊ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കണം. ബിക്കോസ് ഇതെല്ലാം ഫാക്ട്സ് ആണ്, ചുമ്മാ എന്തേലും പറയുന്നതല്ല. അപ്പൊ പിന്നെ ആർക്കൊക്കെ കൃഷ്ണൻ ആർക്കൊക്കെ ഇഷ്ടമാ? എനിക്ക് ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും കൃഷ്ണനെ ഇഷ്ടം. അപ്പൊ നമുക്ക് കൃഷ്ണന്റെ ഒരു സ്റ്റോറി പറയാവേ. അപ്പൊ കൃഷ്ണന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്തോ തിന്നാൻ? വെണ്ണ. വെരി ഗുഡ്. വെണ്ണ. അതും കൃഷ്ണൻ സ്വന്തം വീട്ടില് വെണ്ണ കഴിക്കുവോ? ഇല്ല. അതാണ് പ്രശ്നം. സ്വന്തം വീട്ടിലെ വെണ്ണ കഴിക്കത്തില്ല. കൃഷ്ണന്റെ വീട്ടില് 9 lakh cows ഉണ്ടായിരുന്നു. 9 lakh cows. 9 lakh cows-ൽ എത്ര പാലുണ്ടാവും, എത്ര തൈരുണ്ടാവും, എത്ര വെണ്ണയുണ്ടാവും? ഇതൊന്നും കൃഷ്ണൻ കഴിക്കില്ല. കൃഷ്ണൻ അപ്പുറത്തെ വീട്ടിലുള്ള ഗോപികന്മാരുടെ ഇതേ കഴിക്കൂ, വെണ്ണ. എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമാണ് വെണ്ണ. അപ്പൊ കൃഷ്ണൻ വെണ്ണ ഇങ്ങനെ അപ്പൊ ഗോപികന്മാരെല്ലാരും ഭയങ്കര ഇതായി, ദേഷ്യം വന്നു. ലൈക്ക് ഇവൻ എപ്പോഴും ഇങ്ങനെ കട്ടുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവരൊരു ദിവസം ഈ ഡോറ്, ഈ പോട്ടില്ലേ, എന്തുവാ, ഈ വെണ്ണ വെക്കുന്ന പോട്ട്, ഡോറ്, ജനല്, കതവ് എല്ലാത്തേലും മണി കെട്ടിവെച്ചു. മണിയുടെ പ്രത്യേകത എന്തുവാ? മണി ഇങ്ങനെ അടിക്കുമ്പോ എന്ത് നമുക്ക് കേൾക്കാൻ പറ്റും? ഒരു ശബ്ദം കേൾക്കത്തില്ലേ? ഇങ്ങനെ നീ ശബ്ദം കേൾക്കത്തില്ലേ മണി ഇങ്ങനെ അടിക്കുമ്പോ? നമ്മളെല്ലാരും ഭഗവാൻ ഓഫർ ചെയ്യുമ്പോ മണി അടിച്ചിട്ടല്ലേ ഓഫർ ചെയ്യുന്നത്, അല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാരും ഗോപികമാര് വീട്ടിലെല്ലാവരുടെയും ഈ മണിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചു. എന്തിനാന്ന് വെച്ചാൽ അപ്പൊ നമ്മള് മണി തൊടുമ്പോഴത്തേക്ക് അത് ശബ്ദം ഉണ്ടാക്കും. അപ്പൊ കൃഷ്ണൻ എപ്പോ വന്ന് തുറക്കുന്നോ അപ്പോ ഇതെല്ലാം ശബ്ദം കേട്ട് ഇവർക്ക് പിടിക്കാലോ. ഇങ്ങനെ കൃഷ്ണനെ പിടിച്ച് നമുക്ക് യശോദയ്ക്ക് കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ യശോദ ചോദിച്ചു. യശോദ പറഞ്ഞു, എന്റെ വീട്ടിൽ ഇത്രയും പശുവുണ്ട്, ഇത്രയും തൈരും വെണ്ണയുണ്ട്, എന്റെ വീട്ടിലെ കൃഷ്ണൻ എന്തിനാ വേറെ വീട്ടിൽ പോയി മോഷ്ടിക്കുന്നത്? അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് വെച്ചോ, നമ്മളത് വേറൊരാളുടെ വീട്ടിൽ പോയി കട്ട് തിന്നുവോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ മോഷ്ടിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ യശോദമ്മ വിശ്വസിച്ചില്ല. അതെന്തിന്? അതൊന്നും അങ്ങനൊന്നും ഇല്ല, നിങ്ങൾ ചുമ്മാ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഗോപികന്മാരൊന്നും ഇല്ല, ഞാൻ പ്രൂഫ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടിവെച്ചു. അപ്പൊ കൃഷ്ണനും എന്നിട്ട് കൃഷ്ണന്റെ ഫ്രണ്ട്സും എല്ലാരും ഇങ്ങനെ വരും. എന്നിട്ട് നോക്കുമ്പോ ഫുൾ മണി. ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ കൃഷ്ണനാണല്ലോ ഭഗവാൻ, കൃഷ്ണൻ പറയുന്ന എല്ലാരും അനുസരിക്കും. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ പറഞ്ഞു മണികളെല്ലാരോടും മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുത്. അപ്പൊ മണി എന്തോന്നു? മണി ഓക്കെ, ഞാൻ ശബ്ദം ഉണ്ടാക്കത്തില്ലെന്ന് മണി പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ അങ്ങനെ പതുക്കെ ഡോറ് തുറന്നു, പതുക്കെ മേലെ സ്റ്റൂള് വെച്ച് മേലെ കയറി, എന്നിട്ട് ആ പോട്ട് എടുത്തു, എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു. എല്ലാ ഗോപന്മാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും വെണ്ണ കൊടുത്തു. അപ്പോഴും
മണി ഒന്നും ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല. മണി പറഞ്ഞതെല്ലാം അനുസരിച്ച് ഇങ്ങനെ, കൃഷ്ണൻ പറഞ്ഞതെല്ലാം മണി ഇങ്ങനെ അനുസരിച്ചിരിക്കുക. അപ്പോ എന്തുവാ ശബ്ദം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മണി. പിന്നെ കൃഷ്ണൻ ഇങ്ങനെ എടുത്ത് അത് കഴിക്കാൻ തുടങ്ങിയപ്പോ ഉടനെ മണി അടിക്കാൻ തുടങ്ങി, എല്ലാം കിണിങ്ങിന്ന് അടിക്കാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അത് പറ്റത്തില്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതാ ശബ്ദം ഉണ്ടാക്കല്ലേന്ന്. അപ്പൊ ആ ശബ്ദം ഉണ്ടാക്കിയുമില്ല അവർ ബാക്കി എല്ലാരും കഴിച്ചപ്പോ. പിന്നെ ഞാൻ കഴിക്കുമ്പോ എന്തിനു ശബ്ദം ഉണ്ടാക്കി എന്ന് ചോദിച്ചു. അപ്പോ മണി പറയുന്നതാണ്, വേദങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട് ഭഗവാൻ ഓഫർ ചെയ്യുമ്പോൾ മണി അടിക്കണമെന്ന്. ലൈക്ക് അത് ഓസ്പീഷ്യസ് സൗണ്ട് ആണ്. അപ്പൊ വേദങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണനെ കഴിക്കുമ്പോ അതൊരു ഓഫറിങ് അല്ലേ, നമ്മൾ കൃഷ്ണനെ ഓഫർ ചെയ്യുന്ന പോലെ അല്ലേ. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ മണി അടിക്കും. എന്നിട്ട് അപ്പൊ പിന്നെന്താ, പിന്നെ ഗോപികന്മാര് വരും, കൃഷ്ണനെ പിടിക്കും, എന്നിട്ട് കൃഷ്ണനെ അവിടെ യശോദമ്മയുടെ കൈ കൊടുക്കും. അപ്പൊ ഇതിലെന്താ വെച്ചാൽ, ഇതില് വേദങ്ങൾ എന്തു പറയുന്നു അതെല്ലാം നമ്മള് അതിനനുസരിച്ച് ഫോളോ ചെയ്ത നമ്മള് കൃഷ്ണൻ ചിലപ്പോ എന്തേലൊക്കെ എന്തേലും എന്താണ് പറയാ, കൃഷ്ണൻ ചിലപ്പോ അത് മറന്നു, പക്ഷെ നമ്മള് അതൊരിക്കലും മറക്കില്ല. നമ്മൾ എപ്പോഴും അത് ഫോളോ ചെയ്യണം. ലൈക് വേദങ്ങൾ തന്നെ വേദത്തിലുള്ള വേദങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞില്ല. ബിക്കോസ് കലിയുഗമല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് തപസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ചെയ്യലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോ ഇതൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ലൈക് വലുതായിട്ടൊന്നും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. എന്നാലും കുറെ കുട്ടികളൊക്കെ കാണുന്നുണ്ട്. ലൈക്ക് പേര് കുറെ ഡിവൈസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇനി മുതൽ എല്ലാ സാറ്റർഡേ ഉണ്ടാവുന്നു. ചിലപ്പോൾ പറ്റത്തില്ല, ചില സമയത്ത് ക്ലാസ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എല്ലാ സാറ്റർഡേ കാണും വൈകിട്ട്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു സിലബസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഓരോ ഇതായിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാരും എന്നിട്ടും ആരും കുറെ പേരൊക്കെ എന്തുവാ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇൻട്രൊഡക്ഷൻ ഒന്നും തന്നിട്ടില്ല. മൂന്നോ നാലോ പേര് മാത്രം ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാരും ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്, ഇന്നൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഹരേ കൃഷ്ണ. എല്ലാ കൂട്ടുകാരന്മാരും ഒന്ന് ഹരേ കൃഷ്ണ പറഞ്ഞേ. ഹരേ കൃഷ്ണ പ്രഭു. ഇത് കൂട്ടുകാരൻ വലിയ കൂട്ടുകാരനായാലോ, എനിക്ക് കൊച്ചു കൂട്ടുകാരന്മാരുടെ ചോദിച്ചേ. ഹരേ കൃഷ്ണ. കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. നമുക്ക് എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ ചേച്ചി വന്ന് നിങ്ങൾക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പോ എല്ലാരും സംസാരിച്ചോട്ടെ. എല്ലാരും ഹരേ കൃഷ്ണ പറഞ്ഞേ. നയൻ അഭിരാം മാത്രമേ ഹരേ കൃഷ്ണ പറയുന്നുള്ളൂ. നയൻ കുട്ടി മാത്രമാണ് എല്ലാ ആൻസറും പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ എല്ലാ കൂട്ടുകാരും നല്ലതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരുടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത്. സിന്ധു ജലന്ധർ എന്ന് പറയുന്നത് ആരാണ്? മോന്റെ പേരെന്താണ്? അനന്തകൃഷ്ണൻ പ്രഭു. അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ എന്ത് പഠിക്കുന്നു? ബികോം. ബികോം പഠിക്കാണ് അല്ലേ? വെരി ഗുഡ്. നയൻ അഭിരാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അനൈ വാസുദേവ്, വെരി ഗുഡ്. പിന്നെ വൈഷ്ണവിനെ കാണാൻ പറ്റുന്നില്ല. ശ്രീഹരി, യെസ്, വെരി ഗുഡ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് വന്ന്, അടുത്ത ആഴ്ച ചിലപ്പോ നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ മെസ്സേജ് ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇടും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനകത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തിൽ മെസ്സേജ് ഇടാം. ഇതായിട്ട് പുതുതായിട്ട് ചേരുന്ന കുട്ടികാരെല്ലാം നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തിട്ട് നമുക്ക് എല്ലാ മെസ്സേജും അതിൽ ചേർക്കാം. ഓക്കെ, അതല്ലേ നല്ലത്? ഹരേ കൃഷ്ണ. ആരും എന്തോന്നും മിണ്ടാത്തേ? എല്ലാവരും മിണ്ടിയേ.
യെസ് ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്നിട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും ഇതുപോലെ സ്കൂൾ തുറന്നാലും എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് വരണം. ഓക്കെ. ട്യൂഷൻ ഉണ്ട് അതുണ്ട് എന്ന് പറയാൻ പാടില്ല. ട്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ ശനിയാഴ്ചകളിൽ ഈ ഒരു 6 മുതൽ 6:45 വരെ സമയം നമുക്ക് ഈ ക്ലാസ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ട് കുറേ കൃഷ്ണന്റെ കഥകളൊക്കെ പഠിച്ച്. ഓക്കെ. അനന്തകൃഷ്ണന്റെ വീട് എവിടെയാണ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അനന്തകൃഷ്ണൻ കഥാമൃത പ്രഭുവിന്റെ ചേച്ചിയുടെ മോനാണ് പ്രഭു. ഓ അതെയോ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നയൻ അഭിരാം പതിതപാവൻ പ്രഭുവിന്റെ മോനാണ് പ്രഭു. ഏത് ആരുടെ? നയൻ അഭിരാം പതിതപാവൻ പ്രഭുവിന്റെ. പതിത് പാവന്റെ മോനെ. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ ഓക്കെ. നമ്മുടെ ഇതുപോലുള്ള പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? അതോ എല്ലാവരും ഓൾറെഡി ആരെങ്കിലും ഒക്കെ ഡിവോട്ടീസിന്റെ കുട്ടികളാണോ? നോ പ്രോബ്ലം. ഓക്കെ. നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്കൊരു പ്രോപ്പർ സിലബസ് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ ഗൗരപ്രിയ, യു വാണ്ട് ടു സേ സംതിങ്? Nothing. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പൊ ഇപ്പൊ മിക്ക പിള്ളേരും മീൻസ് കുട്ടികളെല്ലാരും ഓൾറെഡി ഇതൊക്കെ അറിയാവുന്നതാകുന്നില്ലേ. ഓൾറെഡി ഡിവോട്ടി ഫാമിലിന്ന് വരുന്ന കുട്ടികളാണ് എല്ലാരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇനി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാം നെക്സ്റ്റ് വീക്കിൽ. അപ്പൊ നെക്സ്റ്റ് വീക്കിലും എല്ലാരും നെക്സ്റ്റ് വീക്ക് ചാൻസ് കുറവാണ്, ചില ട്രാവലിംഗിലായിരിക്കും. അത് നമുക്ക് മെസ്സേജ് ഇടാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് നമുക്ക് കാണാം. എല്ലാരും വരണം. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു മോളെ, വളരെ സന്തോഷം. അജിന്തര പ്രഭു, വളരെ സന്തോഷം. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രഭു അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാമോ പ്രഭു? എന്ത് ചെയ്യട്ടെ പ്രഭു? വൈൻഡപ്പ് ചെയ്യാം. മതി. വി ക്യാൻ വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.